മോഷണക്കുറ്റം ആരോപിച്ചതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്ത ഭർത്തൃമതിയുടെ മരണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതിനിടെ കേസ് അട്ടിമറിക്കാൻ നീക്കം സജീവമാണ്. ആലമ്പാടി നാലത്തടുക്കയിലെ ജസീലയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. വിഷം കഴിച്ച് ചെങ്കളയിലെ ചികിത്സയിലായിരുന്ന ഇവർ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. ഇവരുടെ മരണത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ജസീല മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ പരാമർശിക്കപ്പെട്ടവരുടെ വീട്ടിലെത്തി ഇൻസ്പെക്ടർ കെ.പി. ഷൈൻ വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇനിയും ആരെയും പ്രതി ചേർത്ത് എഫ്ഐആർ ഇട്ടിട്ടില്ല. ആദൂർ പോലീസിനെതിരെയും ഗുരുതര പരാമർശമുണ്ട്. ഇതും പോലീസ് കണ്ടില്ലെന്ന് നടിക്കുന്നു. അടുത്തിടെ നടന്ന ഒരു സ്വർണമോഷണ പരാതിയിൽ തന്റെ പേര് വലിച്ചിഴച്ചത് വലിയ മാനസിക വിഷമമുണ്ടാക്കിയെന്ന് യുവതി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയുടെ പകർപ്പ് അന്വേഷണം നടത്തുന്ന വിദ്യാനഗർ ഇൻസ്പെക്ടർ കെ.പി. ഷൈന് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും എഫ്ഐആർ വൈകുന്നത് ജസീലയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചവരെ രക്ഷിക്കാനാണ്. ഭർത്താവിനും കുടുംബത്തിനും എതിരെ ഗുരുതര ആരോപണം ജസീല ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ആരും മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. നിരപരാധിയായി തന്നെ കള്ളിയാക്കിയെന്നും വീട്ടുകാർക്കും നാട്ടുകാർക്കും മുമ്പിൽ ചിത്രീകരിച്ചത് തന്നെ പൂർണ്ണമായും തളർത്തിയതായും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മരണമല്ലാതെ മറ്റു വഴികളില്ലെന്നും പറയുന്ന ജസീലയുടെ വീഡിയോയും പോലീസ് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ വീട്ടുകാരും സമീപത്തെ മറ്റൊരു വീട്ടുകാരും നാലത്തടുക്കയിലെ വീട്ടിൽ 14-നെത്തി ബഹളം വച്ചിരുന്നു. ഇതിനെ തുടർന്നുള്ള കടുത്ത മാനസിക പ്രയാസമാണ് വിഷം കഴിച്ചതിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ട്യാ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാവുന്നതാണ്. ഇതിനൊപ്പം മറ്റ് പല ഗുരുതര ആരോപണമുണ്ട്. ജസീലയെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം സ്വർണമോഷണ ആരോപണം ഉയർത്തിയതാണെന്ന സംശയവും ഉയരുന്നു. ജസീലയ്ക്കെതിരെ അവിഹിത ബന്ധം ആരോപിച്ചത് ഇതിന്റെ ഭാഗമാണ്. ജസീലയുടെ സുഹൃത്ത് അഫ്രീദിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പോലീസ്. അഫ്രീദിനെയും മാതാപിതാക്കളെയും വിശദമായി ചോദ്യം ചെയ്യും. ജസീലയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ആദ്യഘട്ടത്തിൽ ജസീലയുടെ വീട്ടിലെ അംഗങ്ങളിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അടുത്ത ദിവസം തന്നെ സുഹൃത്തിനെയും കുടുംബത്തെയും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. സംഭവം വിവാദമായതോടെ പരമാവധി പേരെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അഫ്രീദിന്റെ വീട്ടിൽ നിന്ന് 9.5 പവൻ സ്വർണം മോഷണം പോയിരുന്നു. ഇതിനെ തുടർന്ന് അഫ്രീദിന്റെ ഉമ്മ ജസീലയുടെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും പോയി ബഹളം വച്ചിരുന്നു. ഇതിൽ മനം നൊന്താണ് ജസീല ജീവനൊടുക്കിയത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ താൻ കുറെ അനുഭവിച്ചു. എന്റെ സുഹൃത്തിന്റെ ഉമ്മയുടെ സ്വർണം എടുത്തതെന്നാണ് പറയുന്നത്. ഭർത്താവിന്റെ വീട്ടുകാരും കുറ്റപ്പെടുത്തുന്നു. ഭർത്താവും അതിന് കൂട്ടുണ്ട്. മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവും ശല്യപ്പെടുത്തുന്നു. രേഖാമൂലം പരാതി കൊടുക്കാൻ ആദൂർ പോലീസും സമ്മതിക്കുന്നില്ല. ഞാൻ കള്ളിയല്ല. സത്യം തെളിയിക്കാൻ പരമാവധി ശ്രമിച്ചു. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എന്നെക്കൊണ്ട് സമാധാനമില്ല. അവർ കുറെ അനുഭവിക്കുന്നുണ്ട്. എടുക്കാത്ത ആഭരണം എങ്ങനെ കൊടുക്കാൻ കഴിയും? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. മക്കൾക്ക് തലയുയർത്തി നടക്കാൻ കഴിയില്ല. മരണത്തിന് ഉത്തരവാദി അഫ്രീദും ഉമ്മയും ഭർത്താവും വീട്ടുകാരുമാണ്. മരണത്തോടെയാണെങ്കിലും സത്യം തെളിയിക്കണം എന്നാണ് ജസീല വീഡിയോയിൽ പറയുന്നത്. മുളിയാർ പൗവൽ ബെഞ്ച് കോടതിക്ക് സമീപത്തെ പ്രവാസിയായ അമീറാണ് ജസീലയുടെ ഭർത്താവ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാതാവായ ജസീല ഫെബ്രുവരി 15-നാണ് വിഷം കഴിച്ചത്. മോഷണ സംഭവത്തിലെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. പരാതി രജിസ്റ്റർ ചെയ്ത ശേഷം യുവതിയെ ആദൂർ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന സംഭവത്തിൽ ജസീലയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല.